ഹലോ കൂട്ടുകാരെ, സാന്ത്വനം വീട്ടിലെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനു മുൻപ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. അങ്ങനെ കാണാതായ അനുവും അലോകും കൂടി കൃഷ്ണമംഗലത്തും എത്തുന്നു. അവരെത്തിക്കഴിയുമ്പോൾ അലോക് പറയുന്നത് എന്നെ വിവാഹം കഴിക്കണമെന്നാവശ്യപ്പെട്ട് അനു എൻ്റെ പിന്നാലെ വന്നു എന്നാണ്. പക്ഷേ അനു അവൻ്റെ എല്ലാ കള്ളത്തരങ്ങളും പൊളിച്ചുകൊണ്ട് അനു തൻ്റെ കഴുത്തിലെ താലി കാണിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയും, അലോക് എന്നെ വിവാഹം കഴിച്ചു, ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണെന്ന്. ഇത് കണ്ടതോടുകൂടി ദേവമംഗലത്തുള്ളവരും കൃഷ്ണമംഗലത്തുള്ളവരും ആകെ ഞെട്ടിത്തരിക്കും. കാരണം ഇങ്ങനൊരു കാര്യം അനു ചെയ്യുമെന്ന് അനുവിൻ്റെ വീട്ടുകാരോ അമ്മയോ അച്ഛനോ സഹോദരങ്ങളോ ഒന്നും വിചാരിക്കുന്നില്ല. അലോകാണെച്ചെങ്കിൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണ്ട അവസ്ഥയിലാണ് അലോകിൻ്റെ നിൽപ്പ്. ഇനി ആകെയുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് അനുവിനെയും അലോകിനെയും കൃഷ്ണമംഗലം വീട്ടുകാർ അംഗീകരിക്കുക എന്ന് മാത്രമാണ്. ദേവമംഗലം വീട്ടുകാർ അനുവിനെ പൂർണ്ണമായും എഴുതി തള്ളിയിരിക്കുകയാണ്. അങ്ങനെ അലോകിൻ്റെ അമ്മയ്ക്കും അച്ഛനും ഉള്ളുകൊണ്ട് നല്ല സന്തോഷമുണ്ട്. കാരണം ഇവർ വിവാഹം കഴിച്ചതിൽ. കാരണം ഇത് കൃഷ്ണമംഗലത്തുകാർക്ക് സന്തോഷമുണ്ടാക്കുന്നൊരു കാര്യം തന്നെയാണ്. കൂട്ടത്തിൽ ദേവമംഗലംകാരുടെ നാശം ഇവിടെ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ അലോകിൻ്റെ അമ്മ വിളക്കെടുത്ത് അനുവിനെ വീട്ടിലോട്ട് കയറ്റുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ചേട്ടൻ അച്യുതനോട് പറയുകയാണ്, നീ ഈ സംഗതി ഇത് ദേവമംഗലത്തെ തോൽപ്പിക്കാൻ വേണ്ടി ചെയ്തതാണെങ്കിലും ഈ കൂട്ടത്തിൽ കൃഷ്ണമംഗലംകാരും നാണം കെടുകയാണ് ഉണ്ടായത്. കാരണം ഒരു പെൺകുട്ടിയെ വിവാഹത്തിൻ്റെ അന്ന് ചാടിച്ചു കൊടുന്ന് വിവാഹം കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കും അത് നാണക്കേടുള്ള കാര്യം തന്നെയാണ്. ഇത് നല്ലതാവാൻ വേണ്ടി ചെയ്തതെങ്കിലും ഇത് നമ്മളും ഇപ്പോൾ നാണം കെട്ട അവസ്ഥയിൽ തന്നെയാണ് നിൽക്കുന്നത്. ചേട്ടൻ അനിയനോട് വളരെ ദേഷ്യത്തിൽ തന്നെയാണ് ഇക്കാര്യം പറയുന്നത്. ഇതേ സമയം ദേവമംഗലത്ത് എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് അനു ഇങ്ങനെ ചെയ്തു എന്നതാണ്. അപ്പോൾ ആര്യൻ പറയുന്നത്, ഒരിക്കലും അനു നമ്മുടെ വീട്ടുകാരനെ അല്ലെങ്കിൽ നമ്മളെ ചതിച്ചിട്ട് അവൻ്റെ കൂടെ പോകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം അവൾ അത്രയ്ക്ക് മണ്ടിയൊന്നുമല്ല. ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്, അതെന്താണെന്നാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത് എന്നാണ് ആര്യൻ പറയുന്നത്. പക്ഷേ ഇതെല്ലാം കേട്ടുകൊണ്ടും തകർന്നിരിക്കുന്ന ബാലനും കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഗോമതി ഇവരെല്ലാവരെയാണ് കാണിക്കുന്നത്. അങ്ങനെ ദേഷ്യം വന്ന ബാലൻ പുറത്തേക്ക് ഇറങ്ങി പോകാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ മീനു പറയും, അച്ഛനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങി പോകരുത്, കാരണം ഇവിടെ എല്ലാവരും തളർന്നിരിക്കുകയാണ്. ഈ സമയത്ത് അച്ഛനും കൂടി പോയി കഴിഞ്ഞാൽ ഞങ്ങളെല്ലാവരും പൂർണ്ണമായും തളരും. അതുകൊണ്ട് അച്ഛൻ ഇപ്പോൾ പുറത്തേക്ക് പോകരുത് എന്ന് പറയും. പക്ഷേ ആരുടെയും വാക്ക് കേൾക്കാതെ ബാലൻ പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. ആകെ തകർന്ന മനസ്സുമായിട്ടാണ് ബാലൻ പുറത്തേക്ക് ഇറങ്ങുന്നത്. പിന്നാലെ ആനന്ദും ആര്യനും പിന്നാലെ വരുന്നുണ്ട് ബാലൻ്റെ. അങ്ങനെ പിന്നാലെ വന്നെങ്കിൽ കൂടി ബാലൻ അതൊന്നും കേൾക്കാതെ വണ്ടിയെടുത്ത് പോവാൻ ശ്രമിക്കുകയാണ്. ഇതേ സമയം ബാലൻ പോയ വിഷമം കൂടി സഹിക്കാൻ വയ്യാതെ ഗോമതി ഉറക്കെ കരയുകയാണ്. എന്നാലും അവൾ എന്നോട് ഈ ചതി ചെയ്തല്ലോ എന്നാലോചിച്ചിട്ടാണ് അവർ വിഷമിക്കുന്നത്. ഇങ്ങനെ മൊത്തത്തിൽ എല്ലാവരും ഒരു വിഷമത്തിലാണ് നിൽക്കുന്നത്. ഇതേ സമയം തന്നെ സുകന്യയ്ക്ക് നല്ല ഭയമുണ്ട്. കാരണം സുകന്യ എങ്ങാനും ഇതിൽ കുടുങ്ങുമോ എന്ന്. കാരണം സുകന്യയ്ക്ക് മാത്രമേ യാഥാർത്ഥ്യം അറിയുള്ളൂ. അനുവിനെ അലോകിൻ്റെ അടുത്ത് കൊണ്ടുവന്നാക്കിയത് സുകന്യയാണ്. അവൾക്ക് മാത്രമേ ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയുള്ളൂ. അപ്പോൾ ആര്യൻ പറയുന്നുണ്ടല്ലോ ഇതിലെന്തോ ഒരു ചതി നടന്നിട്ടുണ്ടെന്ന്. അപ്പോൾ അതിൽ സുകന്യയുടെ റോള് എപ്പോഴെങ്കിലും പുറത്തു വരുമെന്നോ എന്ന ഭയത്തിലാണ് സുകന്യ. ഇത്രയാണ് ഇന്നത്തെ കഥ. കൂടുതൽ വിശേഷങ്ങൾക്കായി ആദ്യം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ലൈക്ക് ചെയ്യുക. താങ്ക് യു.